പുൽപ്പള്ളിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്. വന്യമൃഗശല്യത്തിൽ രാഷ്ട്രീയം കാണരുതെന്നും പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തത് പൊതുമുതൽ നശിപ്പിച്ചതിനാണെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. സുർജിത്ത് അയ്യപ്പത്ത് അതിന്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത്, കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാനുള്ള നീക്കം, അതിന്റെ ഭാഗമായി ദൃശ്യങ്ങൾ കൂടുതലായി ശേഖരിക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിയും അതിനോടുള്ള നാട്ടുകാരുടെ പ്രതികരണവും എങ്ങനെയാണ് സുർജിത്ത്? ഇതുമായി ബന്ധപ്പെട്ട ഈ അക്രമ സംഭവങ്ങളുടെ മുകളിലാണ് ഇപ്പോൾ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. 5 കേസുകൾ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പേരുടെ അറസ്റ്റ് ഇന്നലെയാണ് നടത്തിയത്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ടെന്ന സംശയം പോലീസിനുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ച ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും നടപടികൾ കൂടുതൽ ശക്തമാക്കുകയാണ് പോലീസ്. ഈ മേഖലയിൽ സംഘർഷവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. മേഖലയിലെ CCTV ദൃശ്യങ്ങൾ, അതായത് ഈ സംഭവം ഉണ്ടായ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. കൂടുതൽ അറസ്റ്റുകളിലേക്ക് എത്തും. 100ഓളം കണ്ടാലുകൾക്കെതിരെയാണ് കേസെടുത്തത്. ഈ അക്രമം നടത്തിയത് ആരൊക്കെ? അതായത് ഈ വനംവകുപ്പിന്റെ ജീപ്പ് ആക്രമിച്ചു, ജീവനക്കാരെ ആക്രമിച്ചു, പോലീസിന് നേരെ കല്ലെറിഞ്ഞു, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾക്ക് നേരെ കസേരയും കുപ്പിയും എല്ലാം തന്നെ വലിച്ചെറിഞ്ഞു. അത്തരത്തിൽ ഒരു അക്രോത്സുക സ്വഭാവത്തിലേക്ക് സമരത്തെ അല്ലെങ്കിൽ പ്രതിഷേധത്തെ കൊണ്ടുപോകാൻ ബോധപൂർവമായ ചില ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള സംശയമാണ് പോലീസിന് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉള്ളത്. അക്രമ സംഭവങ്ങൾക്കെതിരെ കർശനമായ രീതിയിലുള്ള നടപടിയിലേക്ക് തന്നെ പോകണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് പോലീസിന്റെ തലപ്പത്തു നിന്നും ലഭിച്ച വിവരം എന്നുള്ളതാണ് ലഭ്യമാവുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കേസ് നടപടികളുമായി പുൽപ്പള്ളി പോലീസ് മുന്നോട്ട് പോകുന്നതും. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. വന്യമൃഗശല്യത്തിൽ രാഷ്ട്രീയം കാണരുതെന്നും പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തത് പൊതുമുതൽ നശിപ്പിച്ചതിനാണെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നു. വനം മന്ത്രിയുടെ വാക്കുകളിലേക്ക്. നാളെ രാവിലെ 10 മണിക്ക് സർവകക്ഷി യോഗവും 11:30 മണിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരുടെ യോഗമാണ് നടക്കുക. സർവകക്ഷി യോഗത്തിലൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. അവരുടെ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും കൂടി പരിഗണിച്ച് ആ വീടുകൾ സന്ദർശിക്കാൻ കഴിയണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. കേസെടുത്തത് പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിലാണ്. അക്രമാസക്തമായ സമരം ഉണ്ടാകുമ്പം പോലീസിന് പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും.